കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് ശശി തരൂർ വിവാഹം ചെയ്ത സുനന്ദ പുഷ്കറിനെ കളിയാക്കിയ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കാര്യം മറന്നുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് കൃത്യമായി ഇപ്പോൾ തരൂറിനെതിരെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി ശശി തരൂറിനെ നിരന്തരം പരിഹസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശശി തരൂർ ആദ്യമായി പാർലമെന്റിൽ ജയിച്ചതിനു ശേഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നിരന്തരം കടന്നാക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ ശശി തരൂറിനെ എല്ലാ തരത്തിലും സഹായിച്ചതും അദ്ദേഹത്തിനെ കൂടെ നിർത്തിയതും കോൺഗ്രസ് പ്രസ്ഥാനമാണ്. 2014 BJP ഏറ്റവും വലിയ ആരോപണം നടത്തിയത് സുനന്ദ പുഷ്കറിന്റെ മരണത്തിലെ പങ്കാളിയാണ് തരൂർ എന്ന രീതിയിൽ വരെ വലിയ ആരോപണം നടത്തിയപ്പോൾ അന്ന് തരൂറിനെ സംരക്ഷിച്ചത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. തരൂറിനെതിരെ നിഷ്പക്ഷമായ അന്വേഷണം മതി, അല്ലാതെ ആരും മുൻവിധിയോടെ സമീപിക്കേണ്ട എന്ന് അന്ന് കൃത്യമായി BJP നേതൃത്വത്തിനെതിരെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. എന്നാൽ ഇന്ന് മല്ലികാർജുൻ ഖാർഗെക്കെതിരെയും AICC നേതൃത്വത്തിനെതിരെയും വ്യക്തമായ വിയോജിപ്പുണ്ട് എന്ന് പാർട്ടിയുടെ ഫോറത്തിലല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ നല്ലപിള്ള ചമഞ്ഞുകൊണ്ട് പുറത്തു വന്ന് ഈ ഡയലോഗ് അടിക്കാൻ തരൂർ ശ്രമിക്കരുത് എന്നുള്ള കാര്യം കൂടി പല ദേശീയ നേതാക്കളും തരൂറിനെ സ്നേഹപൂർവ്വം വിലക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 4 തവണയാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചത്. എത്ര വലിയ ഇമേജ് ഉള്ള ആളായിരുന്നാലും സ്വതന്ത്രനായി മത്സരിച്ചാൽ ജയിക്കത്തില്ല. തരൂറിന് വ്യക്തിപരമായ കുറച്ച് വോട്ട് സ്വാധീനിക്കാൻ കഴിയും എന്നതിലുപരി ബേസായി ഒരു പ്ലാറ്റ്ഫോം നൽകിയത് UDF ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് മറക്കരുത് എന്നുകൂടിയാണ് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജയിപ്പിച്ച വോട്ടർമാരോട് മിനിമം ഒരു പ്രതിബദ്ധതയുണ്ട്, ആ കാര്യം മറന്ന് പ്രവർത്തിക്കരുത്. തരൂർ ഏറ്റവും അവസാനം BJPയിലേക്ക് താൻ പോകില്ല എന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യം. എന്നാൽ അതിന്റെ പേരിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു കളയാം, കോൺഗ്രസിന് ഒരു തിരുത്തൽ ശക്തിയാണ് താൻ എന്ന് സ്ഥിരം സ്ഥാപിച്ചു കളയാമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് കൂടി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡോക്ടർ ശശി തരൂറിന് തൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും കാണും. എഴുത്തുകാരൻ എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളും എല്ലാം മാനിക്കുന്നു. എന്നാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അതിന്റെ പേരിൽ എന്തിനാണ് വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ചോദിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഖാർഗെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഷാ വൈദഗ്ധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള വൊക്കാബുലറി, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒറേറ്ററി സ്കിൽ, ഇതെല്ലാം പ്രയോജനപ്പെടുത്തേണ്ടടുത്ത് പ്രയോജനപ്പെടുത്തണം. രാജ്യമാണ് വലുത്, അല്ലാതെ ഒരു നേതാവ് അല്ല വലുത് എന്നുള്ളത് മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളതാണ് കൃത്യമായി മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയത്.